a Vishu message by Srimati Annapurni. She was a principal in a school in India. She is here in the Bay Area visiting her family. So a big hand to her for the Vishu message. ഈ പരിപാടി നടത്തുന്ന സംഘാടകർക്കും എൻ്റെ മുന്നിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്കും കുഞ്ഞുങ്ങൾക്കും നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചത്. വിഷു മെസ്സേജായിട്ടല്ല, നിങ്ങളോട് വെറുതെ കുറച്ച് വാക്കുകൾ സംസാരിക്കാം. നമ്മുടെ വിഷു എന്ന് പറയുന്നത് ഒരു കാർഷിക ഉത്സവമാണ്. അതിൻ്റെ തുല്യം, അതായത് ദിവസവും രാത്രിയും ഒരേപോലെയുള്ള ഒരു ദിവസമാണ്. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. മേടം 1 നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നു. വളരെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ, മുത്തശ്ശന്മാർ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാണ് വിഷു ആഘോഷിക്കുന്നത്. ശരിക്കും അത് കാർഷിക ഉത്സവമാണ്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഉത്സവം ഓണം, വിഷു എന്ന് 2 ഉത്സവം പ്രധാനമായും നമ്മൾ ആഘോഷിക്കുന്നത്. അതിൽ വിഷു രണ്ടും കാർഷിക ഉത്സവമാണ്. നമ്മുടെ പാടങ്ങളിലും പറമ്പുകളിലും ഉണ്ടാകുന്ന പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഇനിയും സമൃദ്ധമായ വിളവെടുപ്പ് ഉണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവം, ആഘോഷവുമാണത്. ഇനിയും നമുക്ക് നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ, കൃഷിയാണല്ലോ നമ്മുടെ പ്രധാന തൊഴിലായിരുന്നത്. അങ്ങനെ നമ്മുടെ പൂർവികന്മാർ, അച്ഛനമ്മമാർ എല്ലാവരും പാരമ്പര്യമായിട്ട് ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവം, ഒരു ആഘോഷവും കൂടിയാണ് വിഷു. ഇതിനെ നമുക്ക് ഇവിടെ ആഘോഷിക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ സംസ്കാരം, നമ്മുടെ വിവിധ ഇനം കലാരൂപങ്ങൾ, അതേപോലെ നമ്മുടെ സദ്യ, പ്രധാനമായിട്ടും പറയാൻ വളരെ പാൽപ്പായസം, സമൃദ്ധമായ സദ്യ എന്നിവ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ, ഇങ്ങനെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ ആഘോഷിച്ചിരുന്നത്, നിങ്ങളും ഇതുപോലെയൊക്കെ ആഘോഷിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം എന്നിവയെ കൈമാറാനുള്ള ഒരു സാഹചര്യമായിട്ട് എനിക്കിത് തോന്നുന്നു. ശരിക്കും എനിക്ക് അമേരിക്കയിലുള്ളതായിട്ട് തോന്നുന്നില്ല, കേരളത്തിൽ തന്നെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. ഒരുപാട് ഇന്ത്യൻസും മലയാളീസും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കാണാൻ ഇതൊരു വലിയൊരു കൂട്ടായ്മയാണ്. ചെറിയ കൂട്ടായ്മയല്ല, ചെറിയൊരു കുടുംബത്തിലും ബന്ധുക്കളിലും ഒതുങ്ങുന്നതല്ല, കുറച്ചും കൂടി വലിയ ഒരു കൂട്ടായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കൂട്ടായ്മ ഏറ്റവും നല്ലതായിട്ട് ഭവിക്കട്ടെ. ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇതൊരു ചെറിയ പ്രവർത്തനമല്ല, ഇത് വളരെ കുറച്ച് സമയം കൊണ്ട്, ഒരുപാട് തിരക്കേറിയ ജീവിതത്തിൽ നിന്നും കുറച്ച് സമയം നമുക്കായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ സംസ്കാരത്തിനായി, നമ്മുടെ ആഘോഷത്തിനായി മാറ്റിവെച്ച ഈ ഒരു സംരംഭം, അല്ലെങ്കിൽ ഈ ഒരു ഈ സമിതി അംഗങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതേപോലെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ പകർന്നു കൊടുക്കാനായിട്ടും, ഒരുപാട് നല്ല സംസ്കാരമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഒരുപാട് കാര്യങ്ങൾ, വളരെ വ്യത്യസ്തങ്ങൾ, ചെറിയ കാര്യമല്ല. ഒരുപാട് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും. ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നവർ, മതം പ്രാർത്ഥനാ രീതികളിലും എല്ലാത്തിലും വ്യത്യസ്തമാണ്. നമ്മുടെ ഭൂപ്രകൃതി മുതൽ എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിന്നും ഇവിടെ വന്ന് ഒരുപാട് തിരക്കേറിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ചെറിയതല്ല, ഇതൊരു വലിയ കൂട്ടായ്മയെ ഞാൻ പ്രത്യേകം വളരെ സന്തോഷത്തോടുകൂടി ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇതുപോലെ ഈ കൂട്ടായ്മ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. ഇതിന് എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ നൽകിയ ഈ അവസരത്തെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതുപോലെ ഇനിയും ഒരുപാട് നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവർക്കും ഈ വിഷു മുതൽ ഈ ഒരു വർഷം, അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങൾ, നല്ല ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുകയും അതുപോലെ നിങ്ങൾക്ക് സമൃദ്ധി എല്ലാം ഉണ്ടാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എൻ്റെ പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി.
Thank you so much, ma'am.